ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കരിനീലി എന്ന സോങ്ങിന്റെ വിശേഷങ്ങളുമായി അതിന്റെ ടീമാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. പൊന്നും മലവാരത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ്, പൊന്നും മലവാരത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ്. കാവാണേ നല്ല കാവാണേ ചേലേഴും കരിനീലി പെണ്ണിന്റെ കാവാണേ. ഇതിപ്പോ ഇവര് നോർമലി അതായത് നമ്മുടെ പണ്ടത്തെ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഈ ഒരു പാട്ട് ആഡ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇതേപോലുള്ള രീതിയിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? രോഗമൊന്നുമില്ല. നമ്മള് നെഗറ്റീവ് സൈഡ് ഉണ്ടാവും, പോസിറ്റീവ് സൈഡ് ഉണ്ടാവും. നമ്മള് നെഗറ്റീവ് പോസിറ്റീവ് രണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതും ഒരു തരത്തിൽ പറഞ്ഞാൽ അതും ഞങ്ങൾ വിജയമാണ്. അതെ അതെ അതെ. അതിലൂടെ നമുക്ക് പാട്ടിന് കൊണ്ട് ജയിച്ചു കൂടുതൽ കിട്ടാണ്. അതിൽ ഞങ്ങൾ സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് കൊടുങ്ങല്ലൂർ അമ്മയുടെ പാട്ടാണെങ്കിലും നേരത്തെ പാടിയ സോങ്സ് ഒക്കെ അതൊക്കെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് ഇപ്പോഴായിരിക്കും പല ആളുകൾ അറിയുന്നത്. കിന്നാരം ചൊല്ലുന്ന സുന്ദരി പെണ്ണിന് മിന്നാരം ചോടിയ കല്യാണം, കുപ്പി വള്ളക്കിലുക്കി നാണിക്കാൻ നിൽക്കാതെ നറു ചെമ്പകപ്പൂവലരേ, മൈതിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം, നല്ല പൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം. കരിങ്കാളി ആ സോങ് അല്ലേ? അത് ഒരിടക്ക് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് നാളെ നിന്നൊരു ട്രെൻഡാണ്. അത് ഇൻസ്റ്റാഗ്രാമും കഴിഞ്ഞു സിനിമകളിലും കയറി, അതല്ലാണ്ട് തന്നെ പല ഭാഷകളിലെ ആളുകൾ ചെയ്യുന്ന നിലയിലേക്ക് വന്നു. ഇപ്പൊ അറിഞ്ഞു ഇവരാണ് ഇതിന്റെ യഥാർത്ഥ ആൾക്കാർ. തുടി കൊട്ടിയ പാടന്റെ പാട്ടി അമ്മേ നീയടങ്ങ്, കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കരിനീലി എന്ന സോങ്ങിന്റെ വിശേഷങ്ങളുമായി അതിന്റെ ടീമാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹലോ, നമസ്കാരം. ഇപ്പോൾ എവിടെ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ തുറന്നാലും ഈ ഒരു പാട്ടാണ്. പാട്ടിലെ ആൾക്കാർ റീൽസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പഴയ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ കുത്തിപ്പൊക്കിയിട്ട് ഈ പാട്ടിന് ഇടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു 1 million+ വ്യൂസ് കഴിഞ്ഞു, ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താ ഫീൽ ചെയ്യുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു ഇത് ലിറിക്സ് എഴുതിയത് ഒത്തിരി സന്തോഷം വെച്ച് കഴിഞ്ഞാൽ ജാതി മത വ്യത്യാസം ഇല്ലാതെ പാട്ടെല്ലാവരും എടുത്ത് റീല് ചെയ്യുന്നു. അത് കണ്ടുകൊണ്ടാണ് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത്. ഞാൻ പോരുന്ന വഴിക്ക് തന്നെ ഒരു വിഷ്വൽ കണ്ടത് ഒരു മുസ്ലിംസ് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടിനെ ഇരുകൈ നീട്ടി എല്ലാവരും സ്വീകരിച്ചത് അതെങ്ങനെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പാട്ടിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും പ്രയത്ന കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് മ്യൂസിക് ചെയ്ത് ഇനിഷ്യേറ്റീവ്, പിന്നെ പാടിയ ആ വ്യക്തി, ആ പാട്ട് പാടുമ്പോൾ അതിനൊരു സുഖമുണ്ട്. അത് കേട്ടിരിക്കുമ്പോഴൊരു ഫീല്, അതൊക്കെ തന്നെയാണ് ആൾക്കാർ ഇരുകൈ നീട്ടി സ്വീകരിക്കാനുള്ള കാര്യം തന്നെ. പിന്നെ മെയിൻ സംഗീതം. അതെ, സംഗീതത്തിനെ കുറിച്ച് പറയുമ്പോഴേക്കും നമ്മളിപ്പോൾ ഒരു വട്ടം കേട്ട് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിക്കുന്ന ഒന്ന്, അതിലും മെയിൻ പാട്ട് ഈ പറഞ്ഞ സംഗീതം. ആ പാട്ട് കേൾക്കുന്ന ഒരു രീതി തന്നെയാണ്. കുറേ കമന്റ്സ് ഞാൻ കണ്ടു. അപ്പോൾ എന്താണ് ഇപ്പോൾ ലിറിക്സ് എഴുതി കിട്ടിയതിന് ശേഷം ആയിരിക്കില്ലേ ഇത്? ആദ്യം മ്യൂസിക് ഉണ്ടായിരുന്നു, ഓ അങ്ങനെയായിരുന്നു. ഞാനിപ്പോ ഞങ്ങളവിടെ ചിന്തുപാട്ടെന്നുള്ള കലർപ്പുണ്ട്. അപ്പൊ അന്ന് തൃശ്ശൂർ ഭാഗത്തൊക്കെ നമുക്ക് പരിപാടി ഉണ്ടായിരുന്നു, ദേശവടക്ക്. അപ്പൊ അന്ന് വൈകുന്നേരം ഇതുപോലെ എഴുന്നള്ളിപ്പിന് ചിന്തുപാടി പോകാറുണ്ട്. അപ്പൊ എനിക്ക് അപ്പം ഒരു ടൂണാണിത്. ഇപ്പോഴും നമ്മൾ കരിനീലി നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായില്ല. അപ്പൊ ദേവിനെ നമ്മൾ പാട്ടിനെ പാടി. അങ്ങനെ അത് ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോൾ ഞാൻ സയ്യിദിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ടൂൺ ഉണ്ടോ നമുക്ക്, അവനത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ കരിനീലിക്ക് പാട്ട് പാടി. എന്നിട്ട് ഒരുപാട് സന്തോഷമുണ്ട് പാട്ടെല്ലാവരും ഏറ്റെടുത്തതിലും. പിന്നെ അനുഭവം നന്നായി പാടിയിട്ടുണ്ട്. അതെ, അതായത് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിക്കുന്ന ഒരു സൗണ്ട് ആണെന്നാണ് ആളുകൾ പറയുന്നത്. സന്തോഷം. എന്തായാലും
പ്രേക്ഷകർ പറയുന്നതല്ല, നമുക്കറിയില്ല എന്താ അത് പ്രേക്ഷകരല്ലേ പറയേണ്ടത് ശരിക്കും. സന്തോഷമായിട്ട് ഒരുപാട്. കാരണം എല്ലാവരും പല മേഖലയിലുള്ള ആൾക്കാരെ പാട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ട്രോളുകളായിട്ട് വരുന്നുണ്ട്. അല്ല, നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തതാ, സന്തോഷമുള്ളൂ. അത്രയ്ക്ക് എത്തില്ല. അവരൊക്കെ തന്നെയാണ് നമ്മളെ ഈ പാട്ടിനെ ഇതിലേക്ക് എത്തിച്ചത് തന്നെ. ഇതാരും ഇത് എടുത്ത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ ഈ പാട്ട് ആരും അറിയാണ്ട് സൈഡിലേക്ക് പോയാലേ. പക്ഷെ വളരെ സന്തോഷമുണ്ട്. സന്തോഷം. കരിനീലി ശരിക്കും അല്ലേ, താങ്കളാണ് കരിനീലി ആയിട്ട് അതിൽ നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഇവരെന്താ പറഞ്ഞത് ഈ ഒരു ഇങ്ങനൊരു സോങ് ഉണ്ട്, ഇങ്ങനൊരു പരിപാടി ചെയ്യാം? അതായത് ഒരു ഓണം, കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ ഒരു ചെറിയ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ എടുത്തപ്പോൾ ഇങ്ങനെ ഒരു അവരുടെ ആശയമായിരുന്നു, എന്നൊരു പാട്ട് നിങ്ങളെ വെച്ച് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇത് പാട്ടായി വന്നു, സ്റ്റോറിയായി വന്നു. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞല്ലോ, വരികൾ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ്, അല്ല മ്യൂസിക് ആദ്യം ആളുടെ മനസ്സിലുണ്ടായിരുന്നു, അതിന് ശേഷമാണ് വരികൾ വന്നത്. അതുപോലെയാണ് ഒരു ഷൂട്ടിൻ്റെ കാര്യത്തിലായാലും ഏറ്റവും എൻഡിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ദേവിയുടെ പോഷനിൽ നിന്നാണ് ഈ പാട്ട് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തു വരുന്നത്, ഷൂട്ട് തുടങ്ങണത് തന്നെ. ശരിക്കും നമ്മൾ ഫസ്റ്റിൽ നിന്നല്ല തുടങ്ങാം, പക്ഷെ ഇത് ലാസ്റ്റിൽ നിന്നാണ് തുടങ്ങി വന്നത്. പക്ഷെ ഒരുപാട് എഫേർട്ട് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പം ഭയങ്കര സന്തോഷം ഇതിൽ ഭാഗമാവാൻ പറ്റിയതിൽ. ദേവിയായിട്ടല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, അത് നല്ല, ഒന്നാമത് എൻ്റെ ഷൂട്ട് നൈറ്റായിരുന്നു. അപ്പോൾ രാത്രി ഒരു 12 മണി മുതൽ ഒരു 5 മണി വരെയായിരുന്നു ഷൂട്ടായിരുന്നത്. അപ്പോൾ ഒരു പാടത്തിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മളും ആ ഒരു ദേവിയുടെ കോസ്റ്റ്യൂമിൽ നിൽക്കാമല്ലോ. സമയത്ത് തന്നെ നല്ല ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം കൂടി നല്ലൊരു വൈബ് തന്നെയായിരുന്നു. ഇതിലിപ്പോ ഇങ്ങനെ ആദ്യമായിട്ട് സംഗീത ആളുണ്ടായത്, അപ്പൊ ഇങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ പോണം എന്ന് ആലോചിച്ചിട്ടാണോ ഇത്? ഇല്ല, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് അങ്ങനത്തെ ഒരു ദേവിനെ രൂപം മറ്റേ പാട്ടാണ് ഉദ്ദേശിച്ചത്. കൊടുങ്ങല്ലൂർ പാട്ട് ഇതുപോലെ കരിങ്കാളി എന്ന് പറഞ്ഞ പാട്ടില്ലേ, ഞാൻ പാടിയിട്ടുണ്ട്. രണ്ട് സിംഗേഴ്സ് പാടിയ വലിയ സിംഗറാണ് ഇരിക്കുന്നത്. ഇപ്പൊ 6 കോടി ആവാറായി. എനിക്ക് തോന്നുന്നു ആവേശത്തിലും സിനിമകളിലും വന്നു. അത് അറിയാത്തൊരു മുഖമാണ്. ഇപ്പോഴാണ് പുറത്ത് ഇന്റർവ്യൂസിലൊക്കെ വന്നു തുടങ്ങിയത്. ഇപ്പോഴാണ് ആള് അതിന്റെ മ്യൂസിക് ചെയ്ത് ഷൈജു അവറാൻ, അതിന്റെ വരികള് കണ്ണമംഗലത്ത്. അത് പാടുന്ന ഉറപ്പായിട്ടും സംസാരിച്ചു കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ കൂടുതൽ ഈ ദേവിയുടെ പാട്ടും വന്നിട്ടുള്ളത്. ഇതുപോലെ ഞങ്ങള് ഓണത്തിന്റെ ഇതിൽ ഓണമിപ്പാട്ട് പോലെ ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ ഇതാണ് കൂടെ തന്നെ പാടിക്കണം. അത് അത്യാവശ്യം നല്ല റീച്ചായിരുന്നു പാട്ട്. മൈഥിലി പെണ്ണ്, ഇപ്പൊ കൈകുട്ടികളി പനിത ടീമുകളിലൊക്കെ അത് ഞാൻ ചെയ്ത പാട്ടാണ്. അങ്ങനെ പാടിക്കണം. ജാനകി സ്വയംവരം, മൈഥിലി പെണ്ണിന് നാളെ. അപ്പൊ പ്രേക്ഷകർ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ നല്ലത്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നല്ലത് വരുന്നുണ്ട്. പക്ഷെ നിങ്ങളാണ് ചെയ്യുന്നതെന്ന് പ്രേക്ഷകർക്ക് അറിയില്ല. പാട്ടുകളൊക്കെ അടിപൊളി പാട്ടുകളാണ്. മൈഥിലി പെണ്ണല്ലേ? ഓക്കെ, എന്നാ അത് രണ്ടുപേര്. മൈഥിലി പെണ്ണിന് ആടറിഞ്ഞുള്ളൊരു കല്യാണം, നല്ല കൊട്ടും കുരാവയും മേളത്തിലുള്ളൊരു കല്യാണം, നിന്റെ സീമന്തരേഖയിൽ ചാർത്തി നല്ല സിന്ദൂരം. മൈഥിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം, നല്ല കൊട്ടും കുരാവയും മേളത്തിലുള്ളൊരു കല്യാണം, നിന്റെ സീമന്തരേഖയിൽ ചാർത്തി നല്ല സിന്ദൂരം. മിഥില മിഴിപ്പൂവാട്ടിയിൽ മാത്തു തേടിയ ശലഭം, മിഴിമാൻ മിഴിതളിൽ കരിമഷിയാലൊരു പ്രണയം. മിഥില മിഴിപ്പൂവാട്ടിയിൽ മാത്തു തേടിയ ശലഭം, മിഴിമാൻ മിഴിതളിൽ കരിമഷിയാലൊരു പ്രണയം. കിന്നാരം ചൊല്ലുന്ന സുന്ദരി പെണ്ണിന് മിന്നാരം ചോടിയ കല്യാണം, കുപ്പിവളക്കിലുക്കി നാണിക്കാൻ നിൽക്കാതെ നറു ചെമ്പകപ്പൂ വളരേ. മൈഥിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം, നല്ല കൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം, നിന്റെ സീമന്തരേഖയിൽ ചാത്തി നല്ല സിന്ദൂരം. സീതേ കണ്ണിമലരെ മൃദുമന്ദ
മന്ദാകിനി കൊലുസേ അഴകേവൻ ശില്പം അതു നീയല്ല മൃദുലേ സീതേ കണ്ണിമലരെ മൃദു മന്ദാകിനി കൊലുസേ അഴകേവൻ ശില്പം അതു നീയല്ല മൃദുലേ സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തുവാൻ ആരും കൊതിക്കുന്ന കല്യാണം സ്വയംവരശരമായി വിരലു നീ എന്നെന്നും താതനെന്നും നീ ദേവി മൈഥിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം നല്ല കൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം നിന്റെ സീമന്തരേഖയിൽ ചാർത്തി നല്ല സിന്ദൂരം. ഞാൻ പുള്ളി മാത്രമാണ് നിങ്ങൾ പാടിയ സർപ്രൈസ് എല്ലാരും പാടും. എല്ലാവരും പാടുന്നവർ തന്നെയാണ്. പക്ഷെ നിങ്ങളപ്പോ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രമോട്ട് ചെയ്യുന്നില്ല? ഇത് ആളുകൾ അറിയേണ്ടതാണ്. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തെ ഓണങ്ങളി എന്ന് പറഞ്ഞൊരു കലാകാരനുണ്ട്. അതിൽ ഇതുപോലുള്ള ഒരുപാട് പാട്ടുകൾ ഭയങ്കര ഹിറ്റാണ്. അതിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അറിയപ്പെടാത്തുണ്ട്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്, ഒരുപാട് കലാകാരന്മാർ അതിൻ്റെ അകത്ത് ഇപ്പോഴും പുറത്തറിയപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. നല്ല കഴിവുള്ള കലാകാരന്മാർ ഇപ്പോഴും ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഈ ആദ്യമായിട്ട് ചെയ്ത ഓണങ്ങളിപ്പാട്ടാണ് ഇപ്പോൾ ഈ ജാനി സ്വയംവരം എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ ജനങ്ങളും ഏറ്റെടുത്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം 1 മില്യൺ തന്നെ അപ്പം തന്നെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്ന പാട്ടാണ് ഞങ്ങൾക്ക് ഈ കരിനീലി എന്ന് പറയുന്ന കാലം. അപ്പോൾ ഓണക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഭാഗത്ത് കിടന്നു കഴിഞ്ഞാൽ നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അതിൽ കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ആശാൻ എന്ന് പറഞ്ഞ ഒരാളുടെ വ്യക്തിയുണ്ട്, വിനോദ് നെല്ലായി, അതുപോലെ തന്നെ വിനയൻ നെല്ലായി, പിന്നെ ഞങ്ങളുടെ കരിങ്കാലിയുടെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഷൈജ ഓറാൻ, കണ്ണമംഗലത്ത്, അങ്ങനെയൊക്കെയുള്ളൊരു കൂട്ടായ്മയുണ്ട്. അവരാണ് ഞങ്ങളെ ഈ പാട്ട് മേലേക്ക് കൈപിടിച്ച് ഉയർത്തിയ ആൾക്കാർ. അപ്പോൾ അവരുടെ കിട്ടി പകർന്നിട്ട് മെയിനായിട്ട് വിനോദ് നെല്ലായി, ഷൈജ ഓറാൻ അങ്ങനെയുള്ള മ്യൂസിക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ പടപൊരുതൻ എന്ന് പറഞ്ഞ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? പടപൊരുതണം കടലിളകണം വെട്ടിത്തലകൾ വീഴ്ത്തണം ചുടുചോര കൊണ്ട് നമ്മൾ ഇനി നടനമാടണം. ആ പാട്ട് പാടിയത് ഈ വിനോദ് നെല്ലായി കല്യാണം എന്റെ പാപ്പാണ്, അച്ഛന്റെ അനിയാണ്. അവിടെ നടന്ന് നമുക്ക് ആശാമാരും അവരെ കിട്ടിയ ഫാമിലി ആയിട്ട് നമുക്ക് കിട്ടിയ കഴിവുള്ളത്. അവരുടെ കിട്ടിയ സംഗീതമാണ് ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പകർന്നു പോണത്. പാട്ടുകൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവണം. ഈ പാട്ടിൽ തന്നെ ആള് ഒരു ചെയ്ത് വെച്ചിട്ടുണ്ട്, ദേവിയുടെ പോർഷൻ കാണിക്കില്ലേ, പുള്ളിയാണ് പാടിയിരിക്കുന്നത്. ഒരു അതാ വോക്കൽ കേട്ടറിയാം. ഒരു പ്രത്യേകതയാണ് അത്. അത് ആളുടെ പാട്ടുകൾ പ്രത്യേകം എടുത്ത് ഒരു യൂട്യൂബിലും സെർച്ച് ചെയ്താൽ കിട്ടും. വിനോദ് നെല്ലായി എന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ പാട്ടുകൾ തന്നെ ഒരുപാട് പാട്ടുകൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് ആ ഒരു വരികളിലൂടെയാണ്. അതിലാണ് പിടിച്ചിരുത്തുന്നത്. ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇതിപ്പോ ഇവര് നോർമലി അതായത് നമ്മുടെ പണ്ടത്തെ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഈ ഒരു പാട്ട് ആഡ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഇതേപോലുള്ള രീതിയിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ള? രോഗമൊന്നുമില്ല. നമ്മള് നെഗറ്റീവ് സൈഡ് ഉണ്ടാവും, പോസിറ്റീവ് സൈഡ് ഉണ്ടാവും. നമ്മള് നെഗറ്റീവ് പോസിറ്റീവ് രണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം അതും ഒരു തരത്തിൽ പറഞ്ഞാൽ അതും ഞങ്ങൾ വിജയമാണ്. അതെ അതെ അതെ. അതിലൂടെ നമുക്ക് പാട്ടിന് കൊണ്ട് വെച്ച് കൂടുതൽ കിട്ടാണ്. അതിൽ ഞങ്ങൾ സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഒരുപാട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് വരുന്നുള്ളത്. പക്ഷെ നെഗറ്റീവിനേക്കാൾ കൂടുതൽ കൂടുതൽ പോസിറ്റീവ് കമന്റ്സ് ആണ് ആളുകൾ. അതായത് ഇപ്പൊ ഈ ഇൻസ്റ്റയിൽ ഇതുപോലെയുള്ള റീലുകളൊക്കെ ചെയ്തു വെക്കുന്ന ആളുകളുടെ റീല് കണ്ടിട്ട് എന്തെങ്കിലും യൂട്യൂബിൽ വന്ന് നോക്കും. അപ്പൊ യൂട്യൂബിൽ വന്നിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് അവിടെ നെഗറ്റീവ് പറയാനായിട്ട് ഒന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് അവിടെ അത് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിൽ വേറൊരു തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് പോലെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കമന്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നെഗറ്റീവിനേക്കാൾ കൂടുതൽ പോസിറ്റീവായിട്ടാണ് അതിൽ കമന്റുകളായാലും
റെസ്പോൺസ് ഒക്കെ നിൽക്കണം. അതെ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ അവര് ചെയ്യട്ടെ, അതൊക്കെ അവരുടെ അത് നമുക്ക് കഴിവല്ലേ. ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ പല ആളുകളും ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടിട്ട് യൂട്യൂബിൽ വന്നിട്ട് അപ്പോഴാണ് അവർ അറിയുന്നത് ഇതാണ് ഇതിന്റെ ഒറിജിനൽ വേർഷൻ എന്ന്. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ ഇന്റർവ്യൂ ഇങ്ങനെ നമുക്ക് അയക്കുമല്ലോ, അപ്പൊ ഇങ്ങനെ നിങ്ങളാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോ ഈ പാട്ട് പ്ലേ ചെയ്തപ്പോഴാണ് ഞാൻ ഇത് ആ പാട്ട് ഇതാണോ ഈ പാട്ടെന്ന് ഞാനും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് എന്നോട് ഇവര് പറഞ്ഞത് ഇപ്പൊ കേൾക്കണ്ട, പോകുന്ന സമയത്ത് കാറിൽ പോകുമ്പോ ഫുൾ വോളിയത്തിൽ ഇട്ടിട്ട് കേട്ടിട്ട് പോണം, അപ്പോഴാണ് അതിന്റെ ഒരു ഫീല് മനസ്സിലാവുന്നത്. കറക്റ്റാ, അത് എനിക്ക് തോന്നുന്നു റിപ്പീറ്റേഷനിൽ പോയി ഇപ്പോഴും നാവില് വരുന്നത് ആ കാവാണെന്നുള്ള സാധനം ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായിൽ വരും. അപ്പൊ ആ ഒരു ആളുകളുടെ മനസ്സിലേക്ക് ഈ പാട്ടല്ല ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് കൊടുങ്ങല്ലൂർ അമ്മയുടെ പാട്ടാണെങ്കിലും നേരത്തെ പാടിയ സോങ്സ് ഒക്കെ അതൊക്കെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് ഇപ്പോഴായിരിക്കും പല ആളുകൾ അറിയുന്നത്. ഇനി എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൃഷ്ണന്റെ ഒരു ഭക്തിഗാനം, അത് വൈക്കം വിജയലക്ഷ്മി പാടിയിരുന്നെ. പാട്ട് പാടി കഴിഞ്ഞു, അതിന് വിഷലുണ്ട്. ഓ അതാണ് ഫോട്ടോ ഇട്ടത് അല്ലേ ഇൻസ്റ്റാഗ്രാം? ഓക്കെ. അതിൽ ചെറിയൊരു പോർഷൻ ഉണ്ട്, ഞാൻ കോറസിന്റെ പോർഷൻ ഞാനും പാടിയിട്ടുണ്ട്. ഞാൻ വരുന്നു നല്ല വൈകുണ്ട് കൂട്ടത്തിൽ തന്നെ രണ്ടുപേരും പാടിയിട്ടുണ്ട്. നമ്മളെന്തായാലും കരിനീലി എന്ന് പറയുന്ന സോങ് റിലേറ്റഡ് ആണ് ഇപ്പൊ ഇന്റർവ്യൂവിന് വന്നത്. അപ്പോഴാണ് നമ്മൾ പല നഗ്ന സത്യങ്ങൾ പറഞ്ഞത്. നമുക്ക് കരിനീലി കേൾക്കാണ്ട് ഒരിക്കലും ഇത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിന്റെ കുറച്ച് ക്രെഡിറ്റ്സ് കൊടുക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ വണ്ടിയിൽ വന്നിട്ട് ഹൈ വോളിയത്തിൽ വെച്ച് കേൾക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഹൈ വോളിയത്തിൽ വെച്ച് കേൾക്കുമ്പോ പാട്ട് മാത്രമല്ല, പാട്ടിന്റെ ബാക്കിൽ BGM വർക്ക് ചെയ്തത്. അത് ചെയ്തത് ഡെൻറോസ് സ്റ്റുഡിയോ അജ്മാഷാണ് ചെയ്തത് ചാലക്കുടിയില്. പുള്ളിക്കാരൻ തന്നെയാണ് മൈഥിലി പെണ്ണുള്ള പാട്ടില്ലേ അതിന്റെ BGM ഒക്കെ ചെയ്തിരുന്നത്. ഈ കരിങ്കാലി മ്യൂസിക്കിന്റെ ഒക്കെ ചെയ്തിരിക്കുന്നത് ഒക്കെ ആ വ്യക്തി തന്നെയാണ്. മണിച്ചാന്റെ പാട്ടുകൾ മണിച്ചാന്റെ പാട്ടുള്ള മെയിൻ ആളായിരുന്നു. മണിച്ചാന്റെ പാട്ടുകൾ മിക്ക BGM വായിച്ചിട്ടുള്ളത് ആളാണ്. നല്ല ഓർക്കസ്ട്ര നമുക്ക് സമ്മാനിച്ചത് പുള്ളിയാണ്. ആളെല്ലാം ചെറിയ പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആള് അതിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആൾക്ക് തോന്നുന്നതിൽ ആള് നല്ല നല്ല സാധനങ്ങൾ ആളായിരിക്കും. അതുപോലെ തന്നെ ഈ പാട്ടിൻ്റെ മ്യൂസിക് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള വിനോദ് നെല്ല എന്ന് പറയുന്ന വ്യക്തിയുടെ അതുപോലെ തന്നെ ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പിന്നിൽ നിന്ന് ഒരുപാട് അനിയന്മാരുണ്ട്, കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളുടെ കുടുംബക്കാരുണ്ട്. അവരൊന്നും ഓർക്കാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിജയമില്ല ഞങ്ങൾക്ക്. അപ്പം അതിൻ്റെ ഒരു രീതി തന്നെ അനുകൊണ്ട് വായുന്നത് കേട്ട് ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. കാവാനേ നല്ല കാവാനേ ചേലേഴും കരിനീലി പെണ്ണിന്റെ കാവാനേ കാവാനേ നല്ല കാവാനേ ചേലേഴും കരിനീലി പെണ്ണിന്റെ കാവാനേ അന്തിനില രാവിറങ്ങും മുല്ലത്തറയിൽ ചേലാണ് പൊന്നരിവാൾ കൊയ്തരിയും വിത്തുമുറം കൊണ്ട പെണ്ണാണ് പൊന്നും മലവാരത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ് പൊന്നും മലവാരത്ത് പൊന്നമ്മ നേർവഴി തന്നൊരു പെണ്ണാണ് കാവാനേ നല്ല കാവാനേ ചേലേഴും കരിനീലി പെണ്ണിന്റെ കാവാനേ നീലമിഴി കണ്ണഴക് കണ്ണെഴുതുന്നൊരു ചാന്തഴക് മെയ്യഴക് നിന്നഴക് താമരക്കത്തൊരു ചേലഴക് കുന്നോലക്കുരുത്തോല പന്തരി ആടുന്നൊരമ്മക്ക് ചേലാണ് കുന്നോലക്കുരുത്തോല പന്തരി ആടുന്നൊരമ്മക്ക് ചേലാണ് കാവാനേ നല്ല കാവാനേ ചേലേഴും കരിനീലി പെണ്ണിന്റെ കാവാനേ. സൂപ്പർ. നമുക്ക് കൊടുങ്ങല്ലൂര് കരിങ്കാളി ആ സോങ് അല്ലേ, അത് ഒരിടക്ക് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് നാള് നിന്നൊരു ട്രെൻഡാണ്. അത് ഇൻസ്റ്റാഗ്രാമും കഴിഞ്ഞു സിനിമകളിലും കയറി, അതല്ലാണ്ട് തന്നെ പല ഭാഷകളിൽ ആളുകൾ ചെയ്യുന്ന നിലയിലേക്ക് വന്നു. കരിനീലി വന്നിട്ടുണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോ മെസ്സി റൊണാൾഡോ അതിന്റെ വന്നിട്ടുണ്ട്. രണ്ടുപേരായിട്ടല്ല പഠിക്കോളൂ. വേദാളമേറിയാടി വാഴുക ദേവിയേ ഹരമകളാടി ഉലഞ്ഞാടി വാഴ്ക വാഴ്ക തമ്പുരാട്ടി
കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാലിക ചോരയിൽ നീരാട് നീരാട് നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാലിക ചോരയിൽ നീരാട്. എരിവെറ്റിയ ഒറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ് ജട കിട്ടിയ കാർമുടിക്കെന്തിനി മുല്ലപ്പൂ മലര് കൈത്തുള്ളിയ കാളിതൻ കാലി തങ്ക പൊൻചിലമ്പ് തുടി കൊട്ടിയ പാടന്റെ പാട്ടി അമ്മേ നീ അടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതായിക ചോരയിൽ നീരാട്. നല്ല രസമുണ്ട് കേൾക്കാൻ. ഇങ്ങനെ കേൾക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ അത് നിർത്തണ്ട പഠിക്കുള്ളൂ. ആ ഒരു ഫീലാ കേൾക്കാൻ കൊതിക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട് ആളിൽ. ആണല്ലേ? ഭയങ്കര ഇമ്പാക്ട് ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ തൊട്ട് നിന്ന് ഭയങ്കര ഒരു പ്രേമരാഗമായിട്ടുള്ള അതാണ് ഭയങ്കര ഹിറ്റായിട്ട് എടുക്കുന്ന ആളുടെ പേര്. അത് പാട്ട് എത്ര വേണമെങ്കിലും കേൾക്കാൻ പ്രേമഗായകനെ വിളിക്കുക. ഞങ്ങളുടെ ഇടയിൽ എങ്ങനെ വിളിക്കുക. എന്നോട് കൊടുങ്ങല്ലൂരാണ്. അന്ന് പിന്നെ നമുക്ക് അതും കൂടി കേൾക്കാം. മണികളണിയും കൊലുസേ ഇനിയിടറുമെന്റെ മനസ്സേ മതി വരാത്ത വജസേ ഇനി ഒഴുകിടാത്ത നഭസേ നീ പൊഴിഞ്ഞു തോന്നിടുന്ന മിഴികൾ അകലെ മൊഴിയേ കിളിയേ തളരാതെന്നഴകേ ഒരു പ്രേമരാഗമായി ഇനി എന്നിൽ ചേരുമോ അറിയാതെ പോകയോ ഇടറും നെഞ്ചമോ കാറ്റു തൊട്ട കാർക്കൂന്തലി നിഴകൾ ഇവനിൽ അരികെ അണയോ നിന്നാരാധകനായി നിറമണിഞ്ഞ ദിനമേ ഇനി തെളിയും നിന്റെ മുഖമേ പ്രണയമെന്തിനകമേ ഇനി പറയൂ എന്തു സുഖമേ കാത്തിരുന്നു നീ വരുന്ന ദിനവും നോക്കി അകലെ അകലെ അലയാതൻ മലരെ ഒരു പ്രേമരാഗമായി ഇനി എന്നിൽ ചേരുമോ അറിയാതെ പോകയോ ഇടറും നെഞ്ചമോ കാറ്റു തൊട്ട കാർക്കൂന്തലി നിഴകൾ ഇവനീ അരികെ അണയൂ നിന്നാരാധകനാ. ഞാൻ എന്ത് സൗണ്ട്, അതായത് ഇവിടെ ഫുൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓ നിങ്ങള് ഭയങ്കര കഴിവുള്ള ആൾക്കാർ. പക്ഷെ എന്തുകൊണ്ട് ഇത് പുറത്ത്, അതായത് നമ്മള് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും അത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും അങ്ങനെ അധികം എക്സ്പോസ് ചെയ്യുന്നില്ല? ഞാൻ പുറത്തുനിന്ന് ഇവരുടെ ഗാങ്ങിലോട്ട് വന്ന ഒരാളാണ്. അപ്പൊ ഇവരെ മനസ്സിലാക്കിയെടുത്തോളം ഇവരെല്ലാവരും ഇപ്പൊ തന്നെ ഇവരെ പാട്ട് കേട്ടില്ല. ഞാനൊക്കെ ഇങ്ങനെ വണ്ടടിച്ചിരുന്നിട്ടുണ്ട് ഇവര് പാട്ട് കേട്ടിട്ട്. പക്ഷെ ഇവരാരും അങ്ങനെ ഫെയിം ആഗ്രഹിക്കുന്നവരോ അങ്ങനെ ഭയങ്കര ഇതാവണം ഹൈപ്പിലെത്തണം അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ആശാമാരുടെ കാര്യം പറഞ്ഞില്ലേ, വിനോദായിട്ടൊക്കെ അവരൊക്കെ അവരെ പാട്ടുകളൊക്കെ കേട്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നു പോവും. അങ്ങനെ ലിറ്ററലി നമ്മളങ്ങനെ ഇരുന്നു പോവും. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇപ്പോ നമ്മുടെ ഹീറോ കൂടി ജോയിൻ ചെയ്യാൻ ഉണ്ടല്ലേ? ഓക്കെ, നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മുടെ കരിനീലിയുടെ നായകൻ വൈശാഖ്, ആക്ച്വലി പുള്ളിക്ക് ഭയങ്കര നാണായിരുന്നു, ഇവിടെ ഇരിക്കുന്നില്ല, ഇവർ പിടിച്ചു വലിച്ചു കൊണ്ടിരുത്തിയതാ. എന്താ ഓടിപ്പോയെ? അപ്പൊ അഭിനയിക്കുമ്പോ നിക്കുന്നുണ്ടല്ലോ. ഇൻട്രോട്ടാണോ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കരിനീലിയുടെ ഒരു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ആണ്. ഒരു വർഷത്തോളമായി ഇതിന് പിന്നിൽ കൂടെ പാട്ട് ഇവര് ചെയ്ത് ഒരു മൂളിപ്പാട്ട് പോലെ കൊണ്ടു നടക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ ഓണത്തിനാണ് ഒരു ആൽബം ചെയ്യണമെന്ന് പറഞ്ഞു വീഡിയോ വെച്ചിട്ട് ഞാനും ഇവളും കൂടി ജിസിയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു.
അപ്പം അങ്ങനെയാണ് നമ്മൾ സീരിയസ് ആയിട്ട് ഇതിലേക്ക് വന്നത്. ആ ഒരു 6 മാസം കഴിഞ്ഞ ഓണത്തിന് ആണ് ഒരു ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് എൻ്റെ പിന്നിൽ കൂടെ ഇറങ്ങിയത്. കുറേ നാൾ എൻ്റെ പിന്നിൽ കൂടെ അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്ന് സെറ്റായി സെറ്റ്. ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കാം. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിൽ ഇത്ര മില്യൺ വ്യൂസ് കഴിഞ്ഞു. അപ്പൊ എന്താ ഫീലിംഗ്? എന്താ ആളുകൾ എന്താ പറയുന്നത്? തുടക്കം അടിപൊളിയായിരുന്നു. ഇപ്പൊ കുറച്ച് നെഗറ്റീവാക്കി തുടങ്ങിയിട്ട്. അങ്ങനെ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റേ ട്രോള് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മളെല്ലാം ട്രോൾ ചെയ്യണേ, റീൽ ചെയ്യുന്ന ആൾക്കാർ റീൽ ചെയ്യുന്നത്. പാട്ടിന് ആരും പാട്ടിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റേ അവര് ട്രോൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വീഡിയോ ചെയ്ത്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചെയ്തെന്ന് വെച്ചാൽ ഈ ഓൾഡ് ടിക്ടോക്ക് എടുത്തിട്ട് അതിനെയാണ് ചെയ്യുന്നത്. പാട്ടിനെ പക്ഷെ ആരങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പാടുവോ? പിന്നെ അതിന് കോറസ് പാടി ഒരു കുറെ പാട്ടല്ലേ പറഞ്ഞ ഒരു 6, 8, 9, 10 പാട്ടില് പാടിയിട്ടില്ലേ കോറസ്? ഒറ്റ ഞാനായിട്ട് പാടില്ല. ഏതാ പാട്ട് ഇത് പാടി? അഴകിന്നേഴകായി ജനകപുരിയിലെ മാതളം മലരെ വരുമോ നീ അഴകായി. അഴകിന്നേഴകായി ജനകപുരിയിലെ മാതള മലരെ വരുമോ നീ അഴകായി. അഴകിൽ നീയാണ് തളിരിലെ അഴക്, മനസ്സിൽ നീയാണ് അഴകിനും അഴക്. കുളിരിൽ താലോലം പാടിയ പോവനിൽ വിടരും പ്രിയതേ നിന്നുടെ അഴകിൽ, പ്രാണപ്രിയതേ നിന്നുടെ അഴകിൽ എന്നും എന്നിൽ ഒരു മോഹമുണർന്ന്. അഴകിന്നേഴകായി ജനകപുരിയിലെ മാതള മലരെ വരുമോ നീ അഴകായി. നീ ഒരെണ്ണം കൂടെ പാടല്ലേ? ഒരുപാട് പാട്ടുകൾ കുറെ ചെയ്തിട്ടുണ്ട്. അത് മറ്റേ അത് ഈ ഭാഗത്ത് മാത്രം നിൽക്കണമെന്നുള്ളൂ. തൃശ്ശൂരിൽ ആ സൈഡിൽ ഇത് പുറത്തേക്ക് ഇറങ്ങണം എന്ന് വെച്ചാൽ അങ്ങനെ അംഗീകാരം കിട്ടില്ല. പിന്നെ ഈ കരിങ്കാളിയിൽ കുറച്ചുകൂടി പോയി. ഇതതിന് ശേഷം ഒന്ന് ഇതാണ്. പിന്നെ പടപുരത്ത് പാട്ടുണ്ട്, അത് ആശന്റെ പാട്ട്. അങ്ങനെ 2-3 പാട്ട് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. അങ്ങനെ കുറച്ച് പാട്ടുകൾ പോയിട്ടുള്ളൂ. ഇവിടെ നിൽക്കുന്ന ആൾക്കാരല്ല സത്യം പറഞ്ഞ, പുറത്തേക്ക് അറിയേണ്ട ആൾക്കാരായിരുന്നു. ഞാൻ ഇതില് ജസ്റ്റ് 3 വർഷം 10-15 വർഷം. അത് പാപ്പന്റെ മ്യൂസിക്കാണ്. മ്യൂസിക്കുകൾ ഇതിൽ പാടിയിട്ടുള്ള 6 വർഷം മണിച്ചേട്ടന്റെ ലാസ്റ്റ് പാട്ടില്ലേ, അത് ബിജു വലിപ്പാർക്കുന്ന ബിജു ആശ തന്നെയാണ് അത് പാടിയത്. മണിച്ചേട്ടൻ ലാസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞ ഒരു പാട്ടില്ലേ, കലാമണി മരിക്കുന്ന സമയത്ത് മേലെ പടിഞ്ഞാറ് അതിന്റെ മ്യൂസിക് ശരിക്കും മ്യൂസിക് പിന്നെ നല്ല അയാള്. പിന്നെ മറ്റേ നമ്മൾ കൂടുതലല്ലേ എഴുതിയത് പ്രദീപ് ഇരിങ്ങാലക്കുട. ഇപ്പൊ മറ്റേ പാട്ടെങ്കിൽ മണമുള്ള പൂന്നുള്ളി കണ്ണൂര് മറ്റേ മുത്തപ്പന്റെ പാട്ടില്ലേ, ഒരു മുത്തപ്പന്റെ പാട്ടില്ലേ ഇതേപോലെ ഇറങ്ങിയപ്പോ ലാസ്റ്റ് കുറെ ഭയങ്കര വൈറലായത്. ആളെ പാട്ടൊന്നും മറ്റേ അഞ്ചനമണി കട്ടിലും ബൈക്കൊക്കെ പാടിയത്, ബൈക്കും വിജയലക്ഷ്മി സാധനങ്ങള് ഇവിടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഏരിയയിലെ മൊത്തം പാട്ടുകാർ കിടക്കുന്നത്. ഒരുപാട് കലാകാരന്മാരുണ്ട്, തിരിച്ചറിയാൻ പറ്റാത്ത, അറിയപ്പെടാത്ത, അങ്ങനെ മുന്നിലേക്ക് വരണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരുപാട് നല്ല കലാകാരന്മാർ ആ ഒരു മേഖലയിൽ ഇപ്പോഴും ഉണ്ട്. ഈ പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ, ഇരിഞ്ഞാലക്കുട, ഈ പുതുക്കാട്, അന്തൂരം, അമ്പലൂര്, പിന്നെ ചാലക്കുടി, ആ ഒരു മേഖലയിൽ ഒരുപാട് നല്ല കലാകാരന്മാരുണ്ട്. അതൊക്കെ ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഓണക്കാലത്ത് ഓണക്കളി നടക്കുന്ന ഒരു വേദികളുണ്ട് ഒരുപാട്. അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ വർഷം ചെല്ലുമ്പോഴും ഓരോ പുതിയ പാട്ടുകൾ കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ പുതിയ പാട്ടുകളുടെ ഉത്ഭവം എവിടെയാണെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ
ഓരോ ചെറിയ കൂലിപ്പണിക്കാരോ അങ്ങനത്തെ ഉള്ള ചെറിയ ആൾക്കാരൊക്കെ ആയിരിക്കും. അവർക്ക് ഇങ്ങനെ പുറത്തേക്ക് വരാൻ ആഗ്രഹമല്ല, അവർക്ക് അന്നത്തെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ നോക്കുന്നത് വെച്ചാൽ ആ വഴി കൂടെ പോകുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരാനൊരു വിമുഖത കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അവരൊക്കെയാണ് ശരിക്കും കലാകാരം ഞാൻ വിശ്വസിക്കുന്നത്. അവരൊക്കെ ഒരു ആത്മാവുണ്ട്. താഴെ കിടക്കുന്ന ഒരാൾ ഉള്ളിൽ കിടക്കുന്ന വരികളായാലും സംഗീതമൊക്കെ അതിലാണ്. അങ്ങനെ അമ്മയ്ക്ക് സിന്ദൂര ചാന്തണിയിക്കുന്ന മുല്ലമലരിതൽക്കാവ് കുന്നിമണിച്ചപ്പിൽ അമ്മയൊളിപ്പിച്ച പൂവശ്ശേരിയിലെ പൊന്ന് രേവതി നാളല്ലേ പൂവശ്ശേരിക്കാവിൽ തന്നാരം താളത്തിൽ പാട്ടുണരുമ്പോ അമ്മയ്ക്ക് നീരാട്ട് രേവതി നാളല്ലേ പൂവശ്ശേരിക്കാവിൽ തന്നാരം താളത്തിൽ പാട്ടുണരുമ്പോൾ അമ്മയ്ക്കു നീരാട്ട് അന്തി വെളുക്കണ നേരം ചെറുവട്ടം തെളിക്കണ കാവ് കൊട്ടും കളിയും കണ്ട് അമ്മ ഭഗവതി പുഞ്ചിരി കൊള്ളണ നേരം കൂട്ടരൊത്ത് പാടിടും നേരം അമ്മ ഭഗവതിയാടും രേവതി നാളല്ലേ പൂവശ്ശേരിക്കാവിൽ തന്നാരം താളത്തിൽ പാട്ടുണരുമ്പോൾ അമ്മയ്ക്ക് നീരാട്ട് ആയിരം പാടിയുണര് നല്ല നാമോർ കേട്ടുന്നുണര് തട്ടകത്തമ്മയുടെ കാവൊന്നു കേറാൻ പുള്ളോർ കൂടം പാടും പാട്ട് കാവിലമ്മയ്ക്ക് പാട്ടുണരുമ്പോ അമ്മ ഭഗവതിയാടും രേവതി നാളല്ലേ പൂവശ്ശേരിക്കാവിൽ തന്നാരം താളത്തിൽ പാട്ടുണരുമ്പോൾ അമ്മയ്ക്കു നീരാട്ട് തന്നാരം താളത്തിൽ പാട്ടുണരുമ്പോൾ അമ്മയ്ക്ക് നീരാട്ട്. ചെണ്ടുമല്ലികളുടെ ഒരു പടി അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരഭാരം തകതാളം തല്ലി അരമണിക്കിങ്ങിണി കിളിപ്പാകി ഇമകൾ എന്തു ഭംഗി ഇവയിലെ കവിളിനെന്തു കാന്തി അതര മാതൃമധുരം മുഖര ഭാഗ്യമേകു ഭവതി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വളരെ നല്ല ഒരു സോങ് ആണ്. ഇപ്പോൾ ആളുകൾ അത്രയും ഇഷ്ടപ്പെട്ട് ട്രെൻഡിങ് ആയിട്ട് കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വർക്കുകൾ, നല്ല നല്ല സോങ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ഇതുവരെ ചെയ്ത ഈ കരിങ്കാളി സോങ് ആണെങ്കിലൊക്കെ നമ്മൾ ഇപ്പം അറിഞ്ഞു ഇവരാണ് ഇതിൻ്റെ യഥാർത്ഥ ആൾക്കാരെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ആൻഡ് ഞങ്ങൾ കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. താങ്ക് യു സോ മച്ച്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.